കട്ട് ചെയ്ത ഭാഗങ്ങൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനറിയോ? ഒരു നല്ല ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ഓരോ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനില്ലേ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഒരു നല്ല ഭാഗമല്ലേ, ഈ ഒരു നല്ല ഭാഗത്തിൻ്റെ മേലേക്ക് ലൈനിങ്ങിൻ്റെ ഭാഗം വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗം അതാ ഇങ്ങനെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലൊക്കെ ഒന്ന് കട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് നല്ല രീതിക്ക് മറച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതാ ലൈനിങ്ങിൻ്റെ ഭാഗമല്ലേ ഉള്ളോട്ടേക്ക് മറച്ചിട്ടിട്ട് ഇതാ നല്ല ഭാഗം ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് നല്ല രീതിക്ക് അയൺ ചെയ്തെടുക്കാം. അതിന് ശേഷമല്ലേ നിങ്ങൾക്ക് എത്രയാണോ സൈഡിൽ കട്ട് ചെയ്യേണ്ടത് അതൊന്നും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിലെങ്ങനെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഇത്രയാണ് മാർക്ക് ചെയ്തത്. ഇതിലെങ്ങനെയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അതേപോലെ തന്നെ ഞാൻ ഷോൾഡറിൻ്റെ ഭാഗവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. ഞാൻ എന്താ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സ്ലീവിൻ്റെ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. സ്ലീവിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. ഇത് സ്ലീവിൻ്റെ താഴെ ഭാഗമാണ്. ഈ താഴെ ഭാഗത്ത് നമുക്കൊന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമ്മുടെ കൈവണ്ണം വരുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലാസ്റ്റിക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചാൽ സ്ലീവ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ലീവ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലീവിൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് ചുഴിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ചെറിയൊരു പഫ് വന്നിട്ടുണ്ടോ സ്ലീവിന്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷോൾഡർ ഭാഗത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിൻ്റെ നല്ല ഭാഗം കൂടി ഒപ്പരം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഈ സൈഡ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിൽ ഹുക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ബാക്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വെക്കാനായിട്ട് ഞാൻ ഈ ഒരു കട്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് ഭാഗത്തേക്ക് കൊടുക്കാനായിട്ട് 2 പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇനി അതുമ്പിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമുക്കില്ലേ ഹുക്ക് വെക്കേണ്ട ഭാഗം ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഹുക്ക് വെക്കാനായിട്ട് ആദ്യം ഈ ഒരു കട്ട് പീസ് നമുക്ക് നല്ല രീതിക്ക് സൈഡിലൂടെ ഒന്ന് ഇതിലെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഉള്ളോട്ടേക്ക് മറച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പുറത്തൂടെ നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനില്ലേ ഹുക്ക് വെക്കേണ്ട ഭാഗം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹുക്ക് കൊളത്തണ ഭാഗമല്ലേ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നേരത്തെ നമ്മൾ നല്ല ഭാഗത്ത് കട്ട് പീസ് വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. പക്ഷെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഹുക്ക് കൊടുക്കാൻ പോണ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉൾഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉള്ളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഈ 2 സൈഡും ഈ ഒരു സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കില്ലേ ബാക്ക് യോക്കിൻ്റെ ഈ താഴെ ഭാഗമല്ലേ ഇതൊന്ന് മറച്ചിട്ട് നമുക്ക് 2 ആക്കി മറച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.